ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസതനൂഭിः വിഷേമദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടകോപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 12-ാമത്തെ മന്ത്രം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേത്. സമിൽപാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ബ്രാഹ്മണൻ കർമ്മചിതാൻ കർമ്മചിതങ്ങളായ കർമ്മത്താൽ സമ്പാദിക്കപ്പെടുന്ന ലോകാൻ ലോകങ്ങളെ പരീക്ഷിച്ചിട്ട് കൃതേന കൃതം കർമ്മം കൊണ്ട് അകൃതം കൃത്രിമമല്ലാത്തത് നിത്യമായുള്ളത് ന അസ്തി ഉണ്ടാവുകയില്ല ലഭ്യമല്ല ഇതി എന്ന് നിർവേദത്തെ വൈരാഗ്യത്തെ ആയാത് പ്രാപിക്കണം. തത് വിജ്ഞാനാർത്ഥം അതിനെ അറിയുന്നതിനായി സമിൽപാണി കയ്യിൽ സമിത്തുകളോടുകൂടിയ ശ്രോത്രിയനും വേദങ്ങളെല്ലാം പഠിച്ച് അവയുടെ അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളവനും ബ്രഹ്മനിഷ്ഠം ബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടിയവനുമായ ഗുരും ഏവ ഗുരുവിനെ തന്നെ അഭിഗച്ഛേത് അഭിഗമിക്കണം അഥവാ പ്രാപിക്കണം. ഇനി സാധന രൂപമായ സംസാരത്തിൽ നിന്നെല്ലാം വിരക്തനായവനാണ് പരബ്രഹ്മവിദ്യയിൽ അധികാരമെന്ന് കാണിക്കുന്നതിനായി പറയുന്നു അപരവിദ്യയുടെ വിഷയം. സ്വാഭാവികമായ അവിദ്യ, കാമം, കർമ്മം ഈ ദോഷങ്ങളുള്ള പുരുഷൻ അനുഷ്ഠിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ അത് അവിദ്യാദി ദോഷങ്ങളുള്ള പുരുഷനെ മാത്രം ഉദ്ദേശിച്ച് വിധിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അതിനെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി ലഭിക്കുന്നവയും ദക്ഷിണായനം വഴിക്കും ഉത്തരായണം വഴിക്കും പ്രാപിക്കേണ്ടതുമായ ലോകങ്ങളെയും വിധിച്ചിട്ടുള്ളത് ചെയ്യാതിരിക്കുക, നിഷേധിച്ചിട്ടുള്ളത് ചെയ്യുക മുതലായ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന നരകം, തിര്യക്യോനി, പ്രേതങ്ങൾ മുതലായ ലോകങ്ങളെയും പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആഗമം എന്നീ പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിച്ച് അവയുടെ യഥാർത്ഥ സ്വരൂപത്തെ ബ്രാഹ്മണൻ അറിയണം. സംസാരഗതികൾ തന്നെയായിട്ടുള്ളവയും അവ്യക്തം മുതൽ സ്ഥാവരങ്ങൾ വരെയുള്ളവയും വ്യാകൃത അവ്യാകൃത സ്വരൂപങ്ങളും ബീജവും അങ്കുരവും പോലെ പരസ്പരോൽപ്പത്തിക്കു നിമിത്തങ്ങളും അനേകായിരം അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞവയും വാഴപ്പിണ്ടി പോലെ നിസ്സാരങ്ങളും ഇന്ദ്രജാലം, കാനൽ ജലം, ഗന്ധർവനഗരം മുതലായവയെപ്പോലെ യഥാർത്ഥമല്ലാത്ത രൂപങ്ങളും സ്വപ്നം, വെള്ളത്തിലെ കുമിളകൾ, നുര ഇവയെപ്പോലെ പ്രദക്ഷിണം നശിക്കുന്നവയും അവിദ്യ, കാമം എന്നീ ദോഷങ്ങൾ നിമിത്തം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് സമ്പാദിക്കപ്പെടുന്നവയും പുണ്യപാപങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്നവയായ ആ ലോകങ്ങൾ നിസ്സാരങ്ങളെന്ന് മനസ്സിലാക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സർവസംഗ പരിത്യാഗപൂർവം ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുന്നതിന് ബ്രാഹ്മണൻ തന്നെയാണ് വിശേഷിച്ച് അധികാരമെന്ന് കാണിക്കുന്നതിനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ കർമ്മഫലങ്ങളായ ലോകങ്ങളെ പരീക്ഷിച്ച് അവയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയതിൻ്റെ ശേഷം വൈരാഗ്യത്തെ പ്രാപിക്കണം. ആ വൈരാഗ്യം എങ്ങനെ എന്നാൽ ഈ സംസാരത്തിൽ അകൃതമായ കർമ്മം കൊണ്ട് ഉണ്ടായതല്ലാത്ത പദാർത്ഥമൊന്നുമില്ല. എല്ലാ ലോകങ്ങളും കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെടുന്നവയും അതുകൊണ്ട് തന്നെ അനിത്യങ്ങളും ആകുന്നു എന്നർത്ഥം. നിത്യമായി യാതൊന്നുമില്ല. എല്ലാ കർമ്മങ്ങളും അനിത്യഫലത്തെയാണ് സാധിക്കുന്നത്. കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുന്നതെല്ലാം ഉൽപ്പാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം ഉണ്ടാക്കപ്പെടുന്നത്
ലഭിക്കപ്പെടുന്നത്, സംസ്കരിക്കപ്പെടുന്നത്, മാറ്റം വരുത്തപ്പെടുന്നത് എന്ന് 4 വിധത്തിലാണ്. ഇത്രയുമല്ലാതെ കർമ്മത്തിന് വിഷയമായി വേറെ ഒന്നുമില്ല. ഇവയെല്ലാം അനിത്യങ്ങളാണ് താനും. ഞാനോ നിത്യവും അമൃതവും അഭയവും കൂടസ്ഥവും അചലവും പ്രയത്നമില്ലാത്തതുമായ വസ്തുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിന് വിപരീതമായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. അതിനാൽ ആയാസം അധികമുള്ളതും അനർത്ഥത്തെ ഉണ്ടാക്കുന്നതുമായ കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്രകാരം വൈരാഗ്യത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം അഭയവും ശിവവും കർമ്മം കൊണ്ട് സാധിക്കുന്നതല്ലാത്തതും നിത്യവുമായ പദമേതു അതിനെ അറിയുന്നതിനായി വിരക്തനായ ബ്രാഹ്മണൻ ആചാര്യൻ്റെ അടുക്കൽ തന്നെ പോകണം. ശാസ്ത്രജ്ഞനാണെന്നിരുന്നാലും ബ്രഹ്മജ്ഞാനത്തിനായി തനിയെ അന്വേഷണം ചെയ്യരുത് എന്ന് കാണിക്കാനാണ് ഗുരുവിൻ്റെ അടുക്കൽ തന്നെ എന്ന് പറഞ്ഞത്. ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് വെറും കൈയോടെ ആയിരിക്കരുത്. ആചാര്യന് കാഴ്ചവെക്കുവാൻ സമിത്തുക്കൾ കയ്യിലുണ്ടായിരിക്കണം, ഹോമദ്രവ്യങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. ഗുരുവും വേദങ്ങളെ അധ്യയനം ചെയ്ത് അവയുടെ അർത്ഥത്തെ വേണ്ടും വണ്ണം ഗ്രഹിച്ചിട്ടുള്ളവനും സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് കേവലമായും അദ്വയമായുമുള്ള ബ്രഹ്മത്തിൽ നിഷ്ഠയോടു കൂടിയവരുമായിരിക്കണം. കർമ്മവും ആത്മജ്ഞാനവും തമ്മിൽ വിരുദ്ധങ്ങളാകിയാൽ കർമ്മി ബ്രഹ്മത്തിൽ നിഷ്ഠനായിരിക്കുക എന്നതും സംഭവിക്കുന്നതല്ല. ഇപ്രകാരമുള്ള ഗുരുവിൻ്റെ സന്നിധിയിൽ വിധിപ്രകാരം ചെന്ന് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചിട്ട് അക്ഷരനും സത്യനുമായ പുരുഷനെക്കുറിച്ച് ചോദിച്ചറിയണം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം.